ഒരു വസ്തുവിനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ലൈറ്റ് ഷേഡോസ് പിന്നെ അത് നമുക്കത് ഏതെല്ലാം അളവിൽ എത്ര തീവ്രതയോട് വിട്ട് എത്ര ഹൈലൈറ്റ് ആയിട്ടാണോ ഹൈറ്റ് കുറവുള്ള സ്ഥലമാണോ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കൊരു ഐഡിയ വേണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് വരയ്ക്കാൻ കഴിയും. അതിനായിട്ട് നമുക്കൊരു ഗ്ലോബ് വെച്ച് അതിൻ്റെ ലൈറ്റ് വരുന്ന സിസ്റ്റം നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫേസ് ഒരു പോർട്രേറ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ലൈറ്റിങ് ഷേഡോസൊക്കെ വരുന്നതെന്നും പിന്നെ കണ്ണ് മൂക്ക് ഇതിൻ്റെയൊക്കെ സ്ഥാനങ്ങൾ എങ്ങനെയൊക്കെയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അങ്ങനെ ഒരു മെഷർമെൻറ്റ് നമുക്കൊരു ബേസിക്കായിട്ടൊരു ഐഡിയ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഷേഡോസൊക്കെ നല്ല കറക്റ്റായിട്ട് വരയ്ക്കാനാവും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹ്യൂമൻ ബോഡി സ്കൾട്ട്, അതായത് മനുഷ്യൻ്റെ അനോട്ടമിയെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാവണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഇവിടെ ആദ്യം തന്നെ പേഴ്സ്പെക്റ്റീവിൻ്റെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് ഞാൻ ഇവിടെ കാണിക്കാം. അതിനായിട്ട് നമ്മൾ ഒരു കടലാണ് നോക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു കടലിൽ നോക്കുമ്പോൾ ആ കടൽ എത്രമാത്രം ഉയർന്നിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് അയാളുടെ നിൽപ്പിൻ്റെ ഹൈറ്റിനനുസരിച്ചിരിക്കും. അപ്പോൾ അയാളുടെ കണ്ണ് ഏത് ലെവലിലാണ് നിൽക്കുന്നത്, കണ്ണ് എത്ര ഭൂമിയിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് അയാളുടെ കണ്ണ് നിൽക്കുന്നത്, അതാണ് ശരിയായിട്ടുള്ള ഐ ലെവൽ എന്ന് പറയുന്നത്. ആ ഐ ലെവലിൻ്റെ താഴെയായിരിക്കും അല്ലെങ്കിൽ ആ ഐ ലെവലിൻ്റെ അവിടെയായിരിക്കും ഈ കടലിൻ്റെ ലാസ്റ്റ് ആ ചക്രവാളം എന്ന് പറയുന്ന സീയുടെ അറ്റം നമുക്ക് കാണുന്നത്. സ്കൈ ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ശരിക്കും കാണുന്നത് ഈ കണ്ണിൻ്റെ ഭൂമിയിൽ നിന്നുള്ള ഹൈറ്റാണ്. നമ്മളൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ കടലിങ്ങനെ ഉയർന്നു പൊന്തി വരുന്ന പോലെ തോന്നും. അപ്പോൾ നമുക്ക് സ്കൈ വളരെ കുറവായിരിക്കും, കടൽ വളരെയധികം ഉയർന്ന മാതിരി തോന്നും. നമ്മൾ തറയിലിരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിലിരിക്കുകയാണ്, ലാൻഡിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കടൽ വളരെ താഴോട്ടേക്ക് വരും. ഈ സിസ്റ്റമാറ്റിക്കായിട്ട് ഈ ഫീലിംഗ് ഉണ്ടാക്കുന്ന നമ്മുടെ കാഴ്ചയുടെ പരിമിതിയെ കാണിക്കുന്ന ഈ സംഭവത്തിന് നമ്മൾ പേഴ്സ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. പിന്നെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെറിയൊരു ഉദാഹരണം ഇവിടെ കാണിക്കാം. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇത് ചിത്രം മുഖാന്തരം മനസ്സിലാക്കാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു ഫ്രെയിം വരയ്ക്കുകയാണ്. ഇതിലൊരു ഫ്രെയിം വരച്ചിട്ട് ഇങ്ങനെയൊരു ഫ്രെയിം വരയ്ക്കുകയാണ്. ഈ ഫ്രെയിം നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഫ്രെയിമിൻ്റെ അകത്താണ് നമ്മൾ ഈ പറഞ്ഞ സംഭവം ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. ഇതൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ കാണിക്കുകയെന്ന് മാത്രമല്ല കേട്ടോ, ഫിഗർ കറക്റ്റ് ആവുന്നില്ല, പക്ഷെ നമുക്കത് കാര്യം മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. ഈ ഒരു മനുഷ്യൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ മനുഷ്യൻ്റെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് അയാളെ കണ്ണ് ഇവിടെ ഇട്ട് വരും. കണ്ണ് ഏകദേശം നമുക്ക് കണ്ണ് മാത്രം വരച്ചാൽ മതി, കാര്യം മനസ്സിലാവില്ല വേണ്ടോ. ഈ കണ്ണിൻ്റെ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം, അതായത് ഇയാളുടെ കണ്ണിൻ്റെ നേരെയുള്ള ഈ ഭാഗം, ഇവിടെ നമുക്ക് കടൽ, ഇത് വാട്ടർ സീ. ഈ കടലിൻ്റെ ഹൈറ്റാണ് ഇയാൾക്ക് ഇത്ര മാത്രമാണ് കടൽ കാണാൻ കഴിയുന്നത്. അതേമാതിരി തന്നെ ഒരാളവിടെ ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അതായത് ഇപ്പോൾ ഒരാളവിടെ ഇരിക്കുകയാണ്, അയാളുടെ കാലിൻ്റെ സൈഡിലായിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരാളിങ്ങനെ ഇരിക്കുന്നു. ആ മനുഷ്യനിവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മനുഷ്യൻ ഇരിക്കുമ്പോൾ ഇയാൾക്ക് ഇതേ അത്ര സ്പേസ് കാണാൻ കഴിയില്ല. ഈ കടൽ താഴോട്ടേക്കിൻ്റെ ഇറങ്ങി. ഇതും സി ആണ്. ഇതിപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത്, ഈ വ്യക്തിക്ക് കടൽ കാണുന്നത് ഇവിടെ നിന്ന് മുതൽ ഇവിടെ വരെയും. ഇത് ഫസ്റ്റ് ഒരു പേഴ്സണാണ്. ഇത് ബി, രണ്ടാമത്തെ വ്യക്തി കാണുന്നത് ഇവിടുന്ന് മുതൽ ഇവിടെ വരെ ഇയാൾക്ക് കാണുന്ന കടൽ.
അപ്പോൾ ഇത്രയും രണ്ട് കാര്യങ്ങൾ, ഇത് ഒരു കെട്ടിടത്തിൻ്റെ മുകളിലാണെങ്കിൽ ഇവിടെ നിന്നിട്ടാണ് നോക്കണ ഒരു കെട്ടിടമാണെന്ന് വിചാരിക്കുക. ഇവിടെ വലിയൊരു കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ഒരാളിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് കടലിൻ്റെ സൈഡ് ഇത്രയ്ക്ക് കയറിയിട്ടായിരിക്കും അപ്പോൾ ഇത്രയും ഏരിയ അയാൾക്ക് കൂടുതൽ കാണാൻ കഴിയും. അപ്പോൾ അതിനെയാണ് നമ്മൾ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഈ പേഴ്സ്പെക്റ്റീവ് നമുക്ക് ലാൻഡ് മാത്രമല്ല, ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അതായത് നമ്മുടെ കടലിൻ്റെ ഒരു ഭാഗം വരുമ്പോൾ എങ്ങനെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കടല് നമുക്കിവിടെ സബ്ജക്റ്റായിട്ട് എടുത്തിട്ടുള്ളത്. നമുക്ക് ലാൻഡ് വരയ്ക്കുകയാണെങ്കിൽ കെട്ടിടങ്ങളൊക്കെ ഉള്ള സമയത്ത് അങ്ങനത്തെ ഒരു ലാൻഡാണ്. അതല്ലെങ്കിൽ നാച്ചുറലായിട്ട് മറ്റേ നാച്ചുറലായിട്ടുള്ള ഭാഗങ്ങൾ മരങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് കാണിക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഇങ്ങനൊരു സംഭവം അവിടെ ഉണ്ട്. അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയില്ലെങ്കിലും നമ്മുടെ കണ്ണിൻ്റെ ലെവലിൽ നിന്ന് മുകളിലുള്ള കെട്ടിടത്തിൻ്റെ പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ള വസ്തുക്കളുടെ ലെവൽ എങ്ങനെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ അടിസ്ഥാനമായിട്ടുള്ള ഈ ബേസിക് മനസ്സിലാക്കണം. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളൊരു ലാൻഡ്സ്കേപ്പ് വരയ്ക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ വാട്ടർ കളറാണ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. വാട്ടർ കളറിൽ വരയ്ക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഇത് ലൈറ്റ് കളറുകൾ കൊടുത്തിരിക്കുകയാണ്. ലൈറ്റ് സ്കൈ ഇവിടെ ഞാൻ ഓൾറെഡി അടിച്ച്, ഇനിയിപ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള ഒരു മരങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ വളരെ അകലെ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ അതാണ് രണ്ടാമത്തെ നമ്മൾ കളർ ചെയ്യുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ നേരത്തെ നമ്മളൊരു വിവരങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ പെർസ്പെക്റ്റീവിനെ പറ്റിയിട്ട്. അതിൻ്റെ ബേസിലാണ് ഇപ്പോൾ ഇത് വരയ്ക്കുന്നത്. അതായത് അത് നമ്മൾ സീ സൈഡാണ് കാണിച്ചത്, പക്ഷേ ഇവിടെ നമ്മളൊരു ലാൻഡ്സ്കേപ്പാണ് കാണിക്കുന്നത്, ഒരു വില്ലേജ് ഒരു ഫീൽ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ. ഇവിടെ അതേ ഗ്രൗണ്ടിൻ്റെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ഉള്ള ആ ഹൈറ്റിൽ നിന്ന് കാണുമ്പോൾ എത്രയുണ്ട്, കുറച്ച് മാറി നിന്ന് വളരെ കുറച്ച് ദൂരെ നിന്ന് മാറി നിന്ന് കാണുമ്പോൾ നമുക്ക് ആ ബേസിൽ തന്നെ, അതായത് നമ്മൾ സീ സൈഡ് കാണിച്ച അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ് ചെയ്യണം വാട്ടർ കളർ. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള വീക്ഷണ സിദ്ധാന്തം അല്ലെങ്കിൽ പേഴ്സ്പെക്റ്റീവ് നമുക്ക് എത്രമാത്രം സഹായകരമാകും, ഇതിൽ ആവശ്യം വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം. വാട്ടർ കളർ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക, എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഒരു മാധ്യമമാണ് വാട്ടർ കളർ. പക്ഷേ നമ്മളൊരു ചിത്രം വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോപ്പി എടുക്കുന്ന ഒരു ഫീലല്ല, നമുക്കൊരു ഇമാജിനേഷൻ ഒരു ചിത്രമാണ് ഇപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ളത്. അത് നമുക്കൊരു സിമ്പിൾ സബ്ജക്റ്റ് മാത്രം സെലക്ട് ചെയ്യുക. നമ്മൾ എത്ര ചെറിയ സബ്ജക്റ്റ് ആയാലും നല്ല ഭംഗിയായിട്ട് അട്രാക്റ്റായിട്ട് നമ്മൾ വരയ്ക്കാൻ കഴിയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വാട്ടർ കളറിൻ്റെ സൗന്ദര്യം. അപ്പോൾ നമ്മളിവിടെ ഗ്രൗണ്ട് എന്ന് വളരെ താഴെയിട്ടാണ് ഗ്രൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ആ പെർസ്പെക്റ്റീവിൻ്റെ ബേസിലാണല്ലോ വരയ്ക്കുന്നത്. അതുകൊണ്ട് 75% സ്കൈ ആണ്. പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സ്കൈ നമുക്ക് ബ്ലോക്കായി. അവിടെ ബാക്കിൽ വീടിൻ്റെ ബാക്കിലായിട്ട് വളരെ അകലെയായിട്ട് മരങ്ങൾ നിൽക്കുന്നതിൻ്റെ ഒരു നീല ഫീലിംഗ് ആണ് അവിടെ കൂടുതൽ. ലോങ് ആണെന്ന് കാണിക്കാനാണ് അത് ചെയ്യുന്നത്. ബാക്കിൽ നമ്മുടെ ഫോർഗ്രൗണ്ടിൽ എന്നൊക്കെ പറഞ്ഞ് കളർഫുള്ളായിട്ട് വരും. കാരണം നമുക്ക് കൂടുതൽ വ്യക്തതയുള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഫോർഗ്രൗണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. ഈ പെർസ്പെക്റ്റീവിൻ്റെ ബേസിലാണ് നോക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ലൈറ്റ് ഷേഡോസ്. അതായത് പെയിൻറ്റിങ്ങിനൊക്കെ നമുക്ക് മെയിനായിട്ട് പ്രത്യേകിച്ചും വാട്ടർ കളർ ആണെങ്കിൽ അതിൻ്റെ അന്തരീക്ഷം എന്താണ്, ഏതാണ് ടൈം, ആ ടൈമിൽ ഒരു ഉച്ചനേരം നല്ല വെയിലുള്ള സമയം, സൺലൈറ്റ് വളരെ ഹാർഡായിട്ടുള്ളൊരു സമയത്ത് അത് മനസ്സിൽ കണ്ടിട്ട് വേണം നമുക്ക് കളറിങ് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പ്രഭാതത്തിലെ കളറിങ്ങോ അല്ലെങ്കിൽ ആ സന്ധ്യാസമയത്തിലെ കളർ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ വരയ്ക്കുന്ന ചിത്രം സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഏത് സമയമാണെന്നുള്ളത് ആ ഫീല് കിട്ടലാണ് നമ്മുടെ ആവശ്യം. ഇപ്പം ഞാനിവിടെ ഈ സൈഡിൽ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ, അതായത് ചിത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു മരം വരയ്ക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ ആ മരത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നീളത്തിലൊരു മരം വരയ്ക്കാതെ നമ്മളത് അല്പം ഒരു ഷേപ്പ്, ഒരു വളവ് അതുപോലുള്ള ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത്. അതിൻ്റെ ബ്രാഞ്ചസ് അത് നമ്മൾ വിട്ടുപോയിട്ട്, അതായത് അവിടെ ബ്ലാങ്ക് ആയിട്ട് ഇടുന്നു, നമ്മൾ ഫസ്റ്റ് കളർ കൊടുത്തിട്ടുണ്ടല്ലോ അത് അവിടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും. പക്ഷെ നമുക്കത് ഡാർക്ക് കൊടുക്കേണ്ടത് ഡാർക്ക് കൊടുത്തുകൊണ്ട് വരും ആ ബ്രാഞ്ച്. പക്ഷെ നമ്മുടെ ആ ചിത്രത്തിന് സ്യൂട്ടബിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് ചെയ്യും. അത് ചിത്രം ഈ ബാക്ക്ഗ്രൗണ്ട് വരച്ച്, അതായത് മരച്ചില്ലകളൊക്കെ വരച്ച് വരുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ആ ഐഡിയ അനുസരിച്ചാണ് ഓരോന്നിൻ്റെ ആ ബ്രാഞ്ചിൻ്റെ കളറുകൾ, ആ മരത്തടി നമ്മൾ ചെയ്യുന്നത്, കളർ കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വിട്ടിട്ടാണ് നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കുന്നത്.
പിന്നെ ഈ മരത്തിൻ്റെ തൊട്ടടുത്ത് അപ്പുറത്തൊരു മരം, അങ്ങനെയൊക്കെ നമ്മളൊരു സങ്കല്പിച്ചിട്ട് കളറ് ഒരു 2-3 കളറുകളാണ് ഇപ്പോൾ ഗ്രീനിൽ തന്നെ, യെല്ലോ, പിന്നെ ബ്ലൂ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് 2-3 കളറുകൾ നിങ്ങൾക്ക് ഇവിടെ വ്യക്തമായിട്ട് തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമുക്കൊരു ഒറ്റ കളർ മാത്രം കൊടുക്കുമ്പോൾ അതിന് സൗന്ദര്യം ഉണ്ടാവില്ല. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഇലകളും ഇതൊക്കെ ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ മരത്തിൻ്റെ ആ ഇലകളുടെ താഴത്തുള്ള ഇലകൾക്ക് അല്പം ഡാർക്ക് കൊടുക്കണം. കാരണം നമുക്ക് വ്യക്തത, നേരത്തെ പറഞ്ഞ അവിടെ ഇരുട്ട് കൂടുതലാണ്, അപ്പോൾ വ്യക്തത കുറവുണ്ട്. പിന്നെ ഇത് ആസ്പെറ്റോസാണ് നമ്മൾ മേൽക്കൂര ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഈ മേൽക്കൂര ആസ്പെറ്റോസിൽ സിമ്പിളായിട്ടൊരു ടച്ച് മാത്രം, ഇതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് വരച്ചാണ് കേട്ടോ. അതായത് ഇതൊരു 100 പെയിൻറ്റിങ് അല്ല, നമ്മളൊരു പെട്ടെന്ന് തീർത്ത് ചുരുങ്ങിയ സമയത്തിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സ്പെക്റ്റീവിനെ അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് അകലെയായിട്ടാണ്, ഈ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ കുറച്ച് അകലെയായിട്ടാണ് ഈ വീട്, നമ്മളിൽ നിന്നും വളരെ കുറച്ചുകൂടി അവിടെ അകലെയായിട്ടാണ്. അതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആ വീടിന് കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല, കാരണം അത്രയും വ്യക്തത ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ വീട് വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മരത്തടിയുടെ സൈഡിൽ ബാക്കിൽ നിൽക്കുന്ന മരങ്ങൾ, എന്തെങ്കിലും മരങ്ങളും ഇതൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ സങ്കല്പിച്ച്, അത് ഈ പെയിൻറ്റിങ്ങിനെ, അതായത് നമ്മുടെ വീടിനെ സഹായിക്കുന്ന രീതിയിൽ, അതായത് അതിന് സൗന്ദര്യം കൂട്ടാൻ വേണ്ടി ഇവിടെ ഈ ഇത് ചെയ്യുന്നത്. ഇപ്പോൾ കളർ മിക്സ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഇവിടെ ഒന്ന് കാണിക്കുന്നത്, ഡാർക്ക് കിട്ടുന്നത്. അത് എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ, നമ്മൾ ഡാർക്ക് വരുന്ന സ്ഥലത്ത് ഒരിക്കലും ബ്ലാക്ക് ഉപയോഗിക്കരുതെന്നാണ്. അത് അതിൻ്റെ ഒരു തിയറിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഫീല് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡാർക്ക് ബ്ലൂവും പിന്നെ ക്രിംസൺ റെഡ്, ബ്രൗൺ ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ ബ്ലാക്കിൻ്റേതായ ഫീല് നമുക്ക് കിട്ടും. ആ ഫീല് കിട്ടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ആവശ്യം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോഴും ലൈറ്റ് ഷെയ്ഡുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് പറയണത്. ഇപ്പോൾ ഞാനത് വീണ്ടും ഇത് ക്ലോസപ്പിൽ കാണിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എവിടെയാണ് കളർ, എങ്ങനെയാണ് ഡെപ്തിൽ എത്രമാത്രമാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത നമുക്ക് സാധാരണ വിലയിരുത്തുക എങ്ങനെയാണെന്ന് വെച്ചാൽ 3 സ്റ്റെപ്പാണ്. അതായത് ഫസ്റ്റ് നമ്മുടെ ഫോർഗ്രൗണ്ട്, നമ്മുടെ മുമ്പിലുള്ള ആ സ്ഥലവും, പിന്നെ മിഡിലായിട്ടുള്ള വളരെ അകലെയായിട്ടും, ഇങ്ങനെ 3 സ്റ്റേജാണ് ഈ പെയിൻറ്റിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കണ്ണിൻ്റെ ഉയർച്ചയും താഴ്ചയും മാത്രമല്ല, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥാനം മാത്രമല്ല, നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ എത്ര ദൂരമുണ്ട്, എത്ര അടുത്ത് നിൽക്കുന്നുണ്ട്, എന്തെല്ലാം വിഷയങ്ങളാണ് നമുക്ക് അടുത്ത് വരേണ്ടത്, എത്ര ഡാർക്ക് വേണം, അടുത്തുള്ളതിൽ കൂടുതൽ ഡാർക്ക് വരാൻ സാധ്യതയുണ്ട്, കാരണം ഒന്നും കൂടി ഡെപ്ത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാം എന്നുള്ളതാണ് ആ ഡാർക്ക് കൂടുതലുള്ളതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ തരംതിരിവ് നമ്മുടെ പെയിൻറ്റിങ്ങിൽ കാണിക്കണം, നിർബന്ധമായിട്ട് കാണിച്ചിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല ശരിയായിട്ടുള്ള ആ ഫീല് കിട്ടുള്ളൂ. അതുപോലെ തന്നെ വീടിന് നമ്മളൊരു ഇപ്പോൾ ഒരു ഷേഡോസൊക്കെ കൊടുത്ത്, നേരത്തെ വൈറ്റ് ബ്രാഞ്ചസ് ഉള്ളത് നമ്മൾ അവിടെ കുറച്ച് ഡെപ്ത്ത് കൊടുത്തിരിക്കുകയാണ്. കാരണം നമുക്ക് അങ്ങനെ തോന്നി അവിടെ ഡെപ്ത്ത് കൊടുക്കണമെന്നായിട്ട്. അവിടെ ഇരുട്ടുള്ള ഭാഗമാണ്, അപ്പോൾ അധികം വെളിച്ചം മരങ്ങളിലെ ഇലകളിലൊക്കെ കൂടുതൽ നിൽക്കുന്നുണ്ട്, അവിടെ സാധ്യതയില്ല എന്ന് നമ്മൾ സങ്കല്പിച്ച് അങ്ങനെ ഒന്ന് ചെയ്തിരിക്കുകയാണ്. പിന്നെ അതുമാത്രമല്ല, പിന്നെ വെയിലടിച്ച് ചില ഇലകളിലൊക്കെ ഷേഡോസ് മാത്രമാണ് മരത്തടിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ടാണ് ആ മരത്തിന് പല അളവിലായിട്ട് നമ്മൾ ഈ രീതിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ വീടിന് മോഡിഫിക്കേഷൻ കിട്ടുക, അല്ലെങ്കിൽ ആ വീടിന് ഒന്നും കൂടി പ്രൊജക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ആ വീടിൻ്റെ ബാക്കിലായിട്ട് സ്വല്പം ഡാർക്ക് കളറുകൾ ഒന്ന് ടച്ച് ചെയ്യാണ്. അപ്പോൾ ഈ ലൈറ്റും ഷെയ്ഡാണ് ഇതിൻ്റെ വാട്ടർ കളറിൻ്റെ സൗന്ദര്യത്തിൻ്റെ പ്രധാന ഘടകം. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ബേസായിട്ട് കിട്ടിക്കാണും. ഇത് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടാണ് ഞാനിവിടെ വാഷ് ചെയ്യലും പിന്നെ പെയിൻറ്റ് ചെയ്തിട്ട്, വളരെ സിമ്പിളായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ഇത് കാണുന്നവർക്കുണ്ടാവും. അത്രയും ലളിതമായിട്ട് നമുക്കിത് ചെയ്ത് തീർക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ നല്ലൊരു കാഴ്ചപ്പാട് ഇത് വരയ്ക്കുന്നതിന് മുമ്പേ ഈ വീടിനെ പറ്റിയിട്ടും പിന്നെ മരത്തിനെ പറ്റിയിട്ടും നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ, നമ്മുടെ ഭാവനയിൽ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് വരയ്ക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിർത്തുന്നു.